അപ്പോൾ എന്താണ് പ്ലേറ്റ്ലെറ്റിന്റെ ഇത് കഴിഞ്ഞു നമ്മൾ കൗണ്ട് ചെയ്യുന്നു. ഇനി അതിൽ പ്ലേറ്റ്ലെറ്റിന്റെ ഫംഗ്ഷൻ ആണ് ഇമ്പോർട്ടന്റ്. അപ്പൊ അതിൽ പ്ലേറ്റ്ലെറ്റിന്റെ ഫംഗ്ഷനിൽ നമ്മൾ എന്താ പറഞ്ഞത്? അഗ്രിഗേഷൻ. അപ്പൊ അഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറെ ഗ്രാന്യൂൾസ് റിലീസ് ആക്കുന്നു പറഞ്ഞു. അപ്പൊ നമുക്ക് ആ ഗ്രാന്യൂൾസിന്റെ എമൗണ്ട് ഒക്കെ നമുക്ക് അസസ് ചെയ്യാം. അതിനൊരു മെത്തേഡ് ഒക്കെ ഉണ്ട്. അത് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി എന്തൊക്കെയാണ് ആ മെത്തേഡ് എന്നുള്ളത്. പിന്നെ എന്താണ് അതിൽ ഇമ്പോർട്ടന്റ് ആയ വേറൊരു സാധനമാണ് പ്ലേറ്റ്ലെറ്റ് ഫംഗ്ഷൻ അനലൈസർ. പ്ലേറ്റ്ലെറ്റ് ഫംഗ്ഷൻ അനലൈസർ. അപ്പോൾ പ്ലേറ്റ്ലെറ്റ് ഫംഗ്ഷൻ അനലൈസർ എന്തിനാ എന്ത് ഫംഗ്ഷൻ ഡിറ്റർമൈൻ ചെയ്യാം? പ്ലേറ്റ്ലെറ്റിന്റെ ആക്ടിവേഷനും പ്ലേറ്റ്ലെറ്റിന്റെ അഗ്രിഗേഷനും. പ്ലേറ്റ്ലെറ്റിന്റെ ആക്ടിവേഷനും അഗ്രിഗേഷനും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പ്ലേറ്റ്ലെറ്റ് ഫംഗ്ഷൻ അനലൈസർ എന്ന് പറഞ്ഞ മെത്തേഡ് ഉള്ളത്. അപ്പൊ എന്താണ് ഒരു അഗ്രിഗേറ്റർ എന്നൊരു ഡിവൈസ് ഉണ്ട്. അപ്പൊ ആ ഡിവൈസിലാണ് നമ്മളിത് നോക്കുക. അപ്പൊ അതിലേക്ക് എന്ത് ചെയ്യും? നമ്മളൊരു ആന്റി കൊയാഗുലേറ്റഡ് ബ്ലഡ് എടുക്കും. ആ ബ്ലഡ് എന്താണ് ഹൈ ഷിയർ റേറ്റിൽ റൊട്ടേറ്റ് ചെയ്യും. അത് റൊട്ടേറ്റ് ചെയ്തിട്ട് ഈ അഗ്രിഗോമീറ്റർ മീൻസ് അഗ്രിഗോമീറ്ററിൽ കുറെ സ്മോൾ മെമ്പറൈൻസ് ഉണ്ടാവും. ഇതൊരു മെമ്പറൈൻ. പിന്നെ അങ്ങനെ കുറെ മെമ്പറൈൻസ് ഉണ്ടാവും. അങ്ങനെ കുറെ മെമ്പറൈൻസ് ഉണ്ടാവും ഏതിൽ? ഈ അഗ്രിഗോമീറ്ററിൽ. അപ്പോൾ എന്തൊരു ഹൈ ഷിയർ റേറ്റിൽ നമ്മളിതിനെ റൊട്ടേറ്റ് ചെയ്യും ഈ ആന്റി കൊയാഗുലേറ്റഡ് ബ്ലഡിന്. എന്നിട്ട് ഈ മെമ്പറൈനിലൂടെ ഇത് പാസ് ചെയ്യിപ്പിക്കും. ഇനി ഈ മെമ്പറൈൻ എന്ന് പറയുന്നത് എന്തുകൊണ്ട് ഉണ്ടാക്കിയതാ? കൊള്ളാജൻ അല്ലെങ്കിൽ എപ്പിനെഫ്രിൻ അതേപോലത്തെ സബ്സ്റ്റൻസ് കൊണ്ട് ഉണ്ടാക്കിയതാ. അപ്പൊ കൊള്ളാജൻ അല്ലേ? അപ്പൊ നേരത്തെ പറഞ്ഞു വാസ്കുലാർ എൻഡോത്തീലിയം ഡാമേജ് ചെയ്താൽ സബ് എൻഡോത്തീലിയം കൊള്ളാജൻ ആയതാവും, പുറത്തേക്ക് വരും. ആ കൊള്ളാജനിലേക്ക് ആര് ബൈൻഡ് ചെയ്യും? പ്ലേറ്റ്ലെറ്റ് ബൈൻഡ് ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ ഈ അഗ്രിഗോമീറ്ററിലുള്ള മെമ്പറൈനിലൂടെ ഈ പ്ലേറ്റ്ലെറ്റ് പോകും. അപ്പൊ ഇവിടെ ഉള്ള ഈ മെമ്പറൈൻ എന്താ? കൊളാജൻ ആണ്. അപ്പൊ പ്ലേറ്റ്ലെറ്റ് ഇവിടെ അഡ്ഹർ ചെയ്യും. ഇങ്ങനെ കുറെ പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ടാവും. ആ പ്ലേറ്റ്ലെറ്റ് അഡ്ഹർ ചെയ്യും. എന്നിട്ട് എന്താണ് ഏത് സമയത്താണോ ഈ മെമ്പറൈനിലൂടെ പോവാൻ കഴിയാതിരിക്കുക എന്ന് വെച്ചാൽ ഇങ്ങനെ കുറെ പ്ലേറ്റ്ലെറ്റ്സ് ഒക്കെ ഉണ്ട്. പ്ലേറ്റ്ലെറ്റ്സ് ഒക്കെ ഇവിടെ ഇങ്ങനെ അഗ്രിഗേറ്റ് ചെയ്യും. അപ്പൊ എത്ര ടൈം എടുക്കുമ്പോഴാണ് ഈ മെമ്പറൈനിലൂടെ പിന്നെ ഫർദർ പ്ലേറ്റ്ലെറ്റിന് മൂവ് ചെയ്യാൻ കഴിയും? അത് ബ്ലോക്ക് ആയി. അപ്പൊ അതാണ് നമ്മൾ ഈ പ്ലേറ്റ്ലെറ്റ് ഫംഗ്ഷൻ അനലൈസറിലൂടെ മെഷർ ചെയ്യുന്നത്. അപ്പൊ അതിന് എടുക്കുന്ന നോർമൽ ടൈം എന്ന് പറഞ്ഞാല് 1 to 3 minutes ആണ്. 1 to 3 minutes. അപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മീൻസ് എന്താണ് പ്ലേറ്റ്ലെറ്റിന്റെ ആ റിസപ്റ്ററിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് അറിയാൻ ടൈം കുറെ എടുക്കും. ഓക്കെ, അപ്പൊ എന്താണ് അപ്പൊ 1 to 3 minutes ആയാലും 3 minutesലേക്കാൾ കൂടുതലായിരിക്കും. അതാണ് പ്ലേറ്റ്ലെറ്റ് ഫംഗ്ഷൻ അനലൈസറിലൂടെ നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പൊ പ്ലേറ്റ്ലെറ്റ് ഫംഗ്ഷനും ആക്ടിവേഷനും അഗ്രിഗേഷനും മെഷർ ആക്കാൻ വേണ്ടിയിട്ടാണ് പ്ലേറ്റ്ലെറ്റ് ഫംഗ്ഷൻ അനലൈസർ ഉള്ളത്. അപ്പൊ പ്ലേറ്റ്ലെറ്റ് കഴിഞ്ഞു. ഇനി അടുത്ത സംഭവം എന്താണ്? കൊയാഗുലേഷൻ. ഇതാണ് മീൻസ് കൊയാഗുലേറ്റിംഗ് ഫാക്ടേഴ്സ് ആണ്. അപ്പൊ കൊയാഗുലേഷൻ ഫാക്ടറിൽ എന്താണ് നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത് അപ്പോൾ ഇതിൽ നമ്മൾ അറിയേണ്ടത് എന്താ പറയുക? ആ പാത്ത് വേ ആണ്. എക്സ്ട്രിൻസിക് പാത്ത് വേയും ഇൻട്രിൻസിക് പാത്ത് വേ അല്ലേ? ആ രണ്ട് പാത്ത് വേ അറിയണം. അപ്പൊ ഫാക്ടേഴ്സ് നിങ്ങൾ നോക്കിയാൽ മതി ഏതൊക്കെയാണ് ഫാക്ടേഴ്സ് ഉള്ളത്. അപ്പൊ ഇൻട്രിൻസിക് ഫാക്ടറിൽ എന്താ? ഫാക്ടർ 12 എന്താവും? ഫാക്ടർ 12 ആവും. ഇത് HMW കൈനേസിന്റെ ഹെൽപ്പ്, ഹൈ മോളിക്കുലർ വെയിറ്റ് കൈനേസിന്റെ കാലിക്രേനിന്റെ ഹെൽപ്പോടെ ഫാക്ടർ 12 ആവും. ഫാക്ടർ 12 11 ആക്ടിവേറ്റ് ആവും. ഈ ആക്ടിവേറ്റ് ചെയ്ത 11 പ്ലസ് ഫോസ്ഫോലിപ്പിഡ് പ്ലസ് കാൽഷ്യം 9 ആക്ടിവേറ്റ് ആയിരിക്കും. ഈ 9 എന്തേക്കും? ഹെൽപ്പ് ഓഫ് ആക്ടിവേറ്റഡ് ഫാക്ടർ 7 ഫോസ്ഫോലിപ്പിഡ് കാൽഷ്യം 10 ആക്ടിവേറ്റ് ആക്കും. 10 ആക്ടിവേറ്റഡ് 5 പ്ലേറ്റ്ലെറ്റ് ഫോസ്ഫോലിപ്പിഡും കാൽഷ്യം കൂടി പ്രോത്രോംബിനെ ത്രോംബിനാക്കും. പിന്നെ ത്രോംബിൻ എന്തെയും ഫൈബ്രിനാക്കും. അങ്ങനെ ക്രോസ് ലിങ്ക്സ് ഫോം ചെയ്യും. ഫൈബ്രിൻ ഉണ്ടാവും. അതാണ് സംഭവം. അത് ഇൻട്രിൻസിക്. എക്സ്ട്രിൻസിക് ആണെങ്കിൽ ഏത് ഫാക്ടർ മാത്രമേ ഉള്ളൂ? ഫാക്ടർ 7 മാത്രമേ ഉള്ളൂ. ഇനി ഇൻട്രിൻസിക് പാത്വേ എന്താണ് ആക്ടിവേറ്റ് ആവുക എപ്പോഴെങ്കിലും ഒരു കോണ്ടാക്ട് വരുമ്പോഴാണ്. മീൻസ് നമ്മളൊരു ഗ്ലാസ്സിൽ ഇതെടുക്കുമ്പോൾ എന്താ അപ്പൊ ഗ്ലാസ് ആണ് അവിടെ കോണ്ടാക്ട് സർഫസ്. അങ്ങനെ കോണ്ടാക്ട് വരുമ്പോൾ മാത്രമാണ് ഇൻട്രിൻസിക് പാത്വേ വരിക. അല്ലെങ്കിൽ എന്തെങ്കിലും ടിഷ്യൂ ഇഞ്ചറീസ്, എന്തെങ്കിലും ടിഷ്യൂ ഫാക്ടേഴ്സ് റിലീസ് ചെയ്യുമ്പോഴാണ് എക്സ്ട്രിൻസിക് പാത്വേ ഉണ്ടാവുക. അപ്പോൾ
ഇതിൽ പറയാനുള്ളത് ഫസ്റ്റ് വൺ എന്താ, ക്ലോട്ടിംഗ് ടൈമിൽ നമ്മളെ കാപ്പിലറി മെത്തേഡ് ഒക്കെ ഉണ്ട്, അത് നിങ്ങൾ നോക്കിയാൽ മതി. അതിൽ രണ്ടാമത്തെ പിന്നെ പറയാനുള്ളത് ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് പ്രോത്രോംബിൻ ടൈം. അപ്പൊ പ്രോത്രോംബിൻ ടൈമിൽ എന്താ ഉണ്ടാവുന്നത്? പ്രോത്രോംബിൻ ടൈമിൽ നമ്മൾ അസസ് ചെയ്യുന്നത് എക്സ്ട്രീൻസിക് പാത്വേയിലുള്ള ഫാക്ടേഴ്സും പിന്നെ കോമൺ പാത്വേയിൽ വരുന്ന ഫാക്ടേഴ്സും. അപ്പൊ എക്സ്ട്രീൻസിക് പാത്വേയിൽ വരുന്ന ഫാക്ടേഴ്സ് ഏതാ? ഫാക്ടർ 7 മാത്രം. അതും പിന്നെ ഏതാ? ഈ കോമൺ പാത്വേ. കോമൺ പാത്വേയിലാണ് നമ്മൾ ഫാക്ടർ 10, ഫാക്ടർ 5, പ്രോത്രോംബിൻ, ഫൈബ്രിനോജൻ ഒക്കെ വരുന്നത് ഇതിലാ മറ്റേ പാത്വേയിൽ, മീൻസ് കോമൺ പാത്വേയിൽ. എക്സ്ട്രീൻസിക് പാത്വേയും കോമൺ പാത്വേയാണ് എന്തിൽ മെഷർ ആക്കുന്നത്? ഇതിൽ മെഷർ ആക്കുന്നത് പ്രോത്രോംബിൻ ടൈമിൽ. അപ്പോൾ ഇതിലെന്താ മെത്തേഡ് എന്ന് വെച്ചാൽ, നമ്മൾ 1 ml പ്ലാസ്മ എടുക്കും. ഇനി ഈ പ്ലാസ്മ എടുക്കുന്ന പ്ലാസ്മ എന്ന് വെച്ചാൽ ആ പ്ലാസ്മയിൽ പ്ലേറ്റിൽ പുവറാവും, പ്ലേറ്റ്ലെറ്റ് ഭയങ്കര കുറവാവും, പിന്നെ സിട്രേറ്റഡ് ആവും. അപ്പോൾ 1 ml പ്ലാസ്മ എടുക്കും. അപ്പൊ പ്ലാസ്മ എന്ന് പറഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ് പുവറാവും, സിട്രേറ്റഡ് ആവും. അപ്പൊ പ്ലേറ്റ്ലെറ്റ് പുവറാവുന്ന അങ്ങനെ പ്ലേറ്റ്ലെറ്റ് ഉണ്ടായാൽ നമുക്ക് കൊയാഗുലേഷൻ ശരിക്കും മീൻസ് കൃത്യമായിട്ട് നമുക്ക് കിട്ടൂല. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ആ കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലേറ്റ്ലെറ്റ് ഡിവോയിഡ് ആക്കി എടുക്കുന്നത്. പിന്നെ സിട്രേറ്റഡ് പ്ലാസ്മേനെ എടുക്കാം. പക്ഷെ നമ്മളത് എന്താണ് എടുക്കും, നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്തിട്ട് കുറച്ചു നേരം എന്താണ് ഒരു ചെറിയ എമൗണ്ട് ആന്റികോയാഗുലന്റ് ആഡ് ചെയ്യും, മീൻസ് കൊയാഗുലേഷൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ചെറിയ എമൗണ്ട് എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ 9 ml ബ്ലഡ് എടുത്താൽ നമ്മൾ 1 ml മാത്രമേ എന്താ ആഡ് ചെയ്യുന്നുള്ളൂ? ട്രൈസോഡിയം സിട്രേറ്റ് ആഡ് ചെയ്യുള്ളൂ. അപ്പൊ ചെറിയൊരു എമൗണ്ട് സിട്രേറ്റ് ആഡ് ചെയ്യും. അപ്പൊ പ്ലാസ്മ പറയുന്നത് സിട്രേറ്റഡ് ആണ്, പ്ലേറ്റിൽ പുവർ ആണ്. അപ്പോൾ അങ്ങനത്തെ പ്ലാസ്മ എന്ത് ചെയ്യും? നമ്മൾ ഒരു ഗ്ലാസ് ട്യൂബിലേക്ക് ആഡ് ചെയ്യും. അപ്പൊ ആ ഗ്ലാസ് ട്യൂബ് നമ്മൾ എന്ത് ചെയ്യും? ഒരു 37°C വാട്ടർ ബാത്തില്ലേ അതിൽ വെക്കും. അപ്പൊ ഫസ്റ്റത്തെ മെത്തേഡ് എന്താ? ഫസ്റ്റ് പ്രോസസ് എന്താ? 1 ml പ്ലാസ്മ ഒരു ഗ്ലാസ് ട്യൂബിൽ എടുക്കും, 37°C വാട്ടർ ട്യൂബിൽ വെക്കും, വാട്ടർ ബാത്തിൽ വെക്കും. ഇനി ഇതിലേക്ക് എന്ത് ചെയ്യും? നമ്മൾ ത്രോംബോപ്ലാസ്റ്റിൻ റിയേജന്റ് ആഡ് ചെയ്യും. അപ്പൊ ത്രോംബോപ്ലാസ്റ്റിൻ റിയേജന്റ് എന്താ? ടിഷ്യൂ ഫാക്ടർ പ്ലസ് ഫോസ്ഫോലിപ്പിഡ്. എന്നുവെച്ചാൽ ത്രോംബോപ്ലാസ്റ്റിൻ റിയേജന്റ് എന്ന് പറഞ്ഞാൽ ടിഷ്യൂ ഫാക്ടർ പ്ലസ് ഫോസ്ഫോലിപ്പിഡ് ആണ് കേട്ടോ. അപ്പൊ ടിഷ്യൂ ഫാക്ടർ പ്ലസ് ഫോസ്ഫോലിപ്പിഡ് ആണ് എന്ത്? ത്രോംബോപ്ലാസ്റ്റിൻ റിയേജന്റ് എന്ന് പറഞ്ഞാൽ. ഈ ടിഷ്യൂ ഫാക്ടറും ഫോസ്ഫോലിപ്പിഡും ആവശ്യമാണ്. നമ്മൾ പ്രോത്രോംബിൻ ത്രോംബിൻ കൺവേർട്ട് ചെയ്യുന്നിടത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ സാധനങ്ങളൊക്കെ ഉണ്ട്. ആ സൈക്കിൾ മീൻസ് ആ സ്റ്റെപ്പ് നിങ്ങളൊന്ന് നോക്കിയാൽ മതി, അവിടെ ഉണ്ട്. ഫോസ്ഫോലിപ്പിഡും ടിഷ്യൂ ഫാക്ടറൊക്കെ വേണം. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യും? ഇതിലേക്ക് ആഡ് ചെയ്യും. എന്നിട്ട് 1 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു 0.1 ml കാൽഷ്യം ക്ലോറൈഡ് ആഡ് ചെയ്യും. 0.1 ml എന്ത് ചെയ്യും? കാൽഷ്യം ക്ലോറൈഡ് ആഡ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ കോട്ട് ഫോർമേഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് സ്റ്റെപ്പ്. സ്റ്റെപ്പ് എന്താ? 1 ml പ്ലാസ്മ എന്താ? പ്രോട്ടീൻ പ്ലേറ്റ്ലെറ്റ് ഡിവോയിഡ് ആണ്, സിട്രേറ്റഡ് ആണ്. അതൊരു ഗ്ലാസ് ട്യൂബിലേക്ക് എത്ര 37°C വാട്ടർ ബാത്തിലേക്ക് വെക്കും. പിന്നെ എന്ത് ചെയ്യും? ത്രോംബോപ്ലാസ്റ്റിൻ റിയേജന്റ് ആഡ് ചെയ്യും. പിന്നെ 1 മിനിറ്റ് കഴിഞ്ഞിട്ട് കാൽഷ്യം ക്ലോറൈഡ് ആഡ് ചെയ്യും. എന്നിട്ട് ക്ലോട്ട് ഫോം ചെയ്യാൻ നോക്കും. അപ്പൊ നോർമൽ ടൈം എത്രയാ? 11 to 16 സെക്കൻഡ്. അപ്പൊ നോർമൽ എത്രയാ? 11 to 16 സെക്കൻഡ് ആണ് എന്ത് വാല്യൂ, മീൻസ് നോർമൽ ടൈം എന്ന് പറയുന്നത്. ഇനി എപ്പോഴേക്കാണ് പ്രോത്രോംബിൻ ടൈം പ്രൊലോങ് ആവുക? ഫസ്റ്റ് വൺ, എന്തെങ്കിലും ഓറലി ആന്റി കോയാഗുലൻസ് എടുക്കുമ്പോൾ. അപ്പൊ ഓറൽ ആന്റി കോയാഗുലൻസ് വാർഫറിനൊക്കെ എടുക്കുകയാണെങ്കിൽ എന്തെയും പ്രോത്രോംബിൻ ടൈം പ്രൊലോങ് ആവും. രണ്ടാമത്തെ കേസ് ലിവർ ഡിസീസ്. ലിവർ ഡിസീസിൽ എന്താ ഉണ്ടായത്? ലിവർ ഡിസീസ് എന്നാണ് കോയാഗുലേഷൻ ഫാക്ടേഴ്സ് ഒക്കെ സിന്തസിസ് ചെയ്യണത്. അപ്പൊ ലിവർ ഡിസീസ് ഉണ്ടാവുമ്പോൾ കോയാഗുലേഷൻ ഫാക്ടേഴ്സിന് സിന്തസിസ് ഉണ്ടാവില്ല. അങ്ങനെ പ്രോത്രോംബിൻ ടൈം പ്രൊലോങ് ചെയ്യാം. പിന്നെ വൈറ്റമിൻ കെ ഡെഫിഷ്യൻസി. വൈറ്റമിൻ കെ എന്നാണ് ഫാക്ടർ 2, ഫാക്ടർ 7, ഫാക്ടർ 9 ആൻഡ് ഫാക്ടർ 10. 2, 7, 9, 10 സിന്തസിസ് ചെയ്യുന്നത് വൈറ്റമിൻ കെ. അപ്പൊ വൈറ്റമിൻ കെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ സിന്തസിസ് ആവില്ല. പിന്നെ DIC, ഡിസെമിനേറ്റഡ് ഇൻട്രാവാസ്കുലർ കോയാഗുലേഷൻ. പിന്നെ ഇൻഹെറിറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഫാക്ടർ 10 ഇൻഹെറിറ്റഡ് ആയിട്ട് ഹെറിഡിറ്ററി ആയിട്ട് ഡെഫിഷ്യന്റ് ആണ്. അപ്പൊ ആ കേസിൽ അപ്പൊ എപ്പോഴൊക്കെയാണ് പ്രോത്രോംബിൻ പ്രൊലോങ് ആവുന്നത്? ഫസ്റ്റ് വൺ ഓറൽ ആന്റി കോയാഗുലൻസ്, രണ്ടാമത്തത് ലിവർ ഡിസീസ്,
വൈറ്റമിൻ കെ ഡെഫിഷ്യൻസി, DIC, പിന്നെ ഇൻഹെറിറ്റഡ് ഡെഫിഷ്യൻസി ഫാക്ടേഴ്സ്. ഇനി എന്തിനൊക്കെയാണ് നമുക്ക് എന്താ ഈ പ്രോത്രോംബിൻ ടൈമിന്റെ യൂസസ് എവിടെയൊക്കെയാണ്? അപ്പൊ ഫസ്റ്റ് മെയിൻ യൂസ് എന്താ? ഓറൽ ആന്റി കൊയാഗുലേറ്റ് തെറാപ്പി എങ്ങനെ പോകുന്നുണ്ട് എന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട്, അസസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഒരാൾ ഒരു വാർഫാറിൻ എടുക്കുന്നുണ്ടെങ്കിൽ ആ വാർഫാറിൻ തെറാപ്പി എങ്ങനെ പോകും, ആ പേഷ്യന്റിന് എന്തൊക്കെ എഫക്ട്സ് ഉണ്ട്, മീൻസ് എങ്ങനെയൊക്കെയാണ് ആ ഡ്രഗിന്റെ എഫക്ട്സ് എന്തൊക്കെയാണ് വരുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പ്രോത്രോംബിൻ ടൈം ഉപയോഗിക്കാം. അപ്പൊ വാർഫാറിൻ എന്തിനെ ഇതാക്കും? വൈറ്റമിൻ കെ ഇൻഹിബിറ്റർ ആണ് വാർഫാറിൻ. അപ്പൊ വൈറ്റമിൻ കെ ഇൻഹിബിറ്റ് ആക്കിയ എന്തൊക്കെ ഫാക്ടർ സിന്തസൈസ് ചെയ്യില്ല? 2, 7, 9, 10. അപ്പൊ ഒബിയസ് നമ്മൾ നേരത്തെ പറഞ്ഞില്ല, അതിൽ എന്താവും? പ്രോത്രോംബിൻ ആയിട്ട് കൂടുതലാവും. ഇനി അപ്പോ എങ്ങനെ നമ്മൾ അസസ് ചെയ്യുന്ന വെച്ചാല്, ഇതിന് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, എന്ത് നമ്മൾ മെത്തേഡിൽ പറഞ്ഞു ത്രോംബോപ്ലാസ്റ്റിൻ റിയേജന്റ്. ഈ ത്രോംബോപ്ലാസ്റ്റിൻ റിയേജന്റ് നമ്മൾ എടുക്കും, മീൻസ് അതിലേക്ക് ആഡ് ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ ഈ ത്രോംബോപ്ലാസ്റ്റിൻ റിയേജന്റ് നമുക്ക് എവിടുന്ന കിട്ടുന്നത്? ഒന്നെങ്കിൽ അത് റാബിറ്റിന്റെ ലങ്സ് നിന്ന് എടുക്കാം, അല്ലെങ്കിൽ റാബിറ്റിന്റെ ബ്രെയിനിൽ നിന്ന് എടുക്കാം, അപ്പൊ അല്ലെങ്കിൽ ഓക്സിന്റെ ബ്രെയിനിൽ നിന്ന് എടുക്കാം. അപ്പൊ ഈ റിയേജന്റ് ഇപ്പൊ ഒരു കമ്പനി ഈ റിയേജന്റ് എവിടുന്നാണ് എടുക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല, അത് എവിടുന്നും ആവും. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന പ്രോത്രോംബിൻ ടൈമിൽ ചെറിയ ഡിഫറൻസ് ഉണ്ടാവും, ഈ റിയേജന്റ് മാറുന്നതിനനുസരിച്ച്. അപ്പൊ എന്താണ്, അപ്പൊ ഈ ഇത്രയും സോഴ്സ് ഒന്നും ആവില്ല എന്തായാലും എല്ലാ കമ്പനീസും എടുക്കുക, അത്ര ഒരു സ്പെസിഫൈഡ് എമൗണ്ട് ഓഫ് സോഴ്സസ് ഉണ്ടാവില്ല, അവിടുന്ന് എന്തായാലും എല്ലാവരും എടുക്കാം. അപ്പൊ ഒരാള് റിപ്പോർട്ട് ഇത്രയാണ് അയാളെ പ്രോത്രോംബിൻ ടൈം എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുക്കുമ്പോൾ അയാള് എന്താ ഈ ത്രോംബോപ്ലാസ്റ്റിൻ എവിടുന്നാണ് കിട്ടിയത് എന്ന് മെൻഷൻ ചെയ്യണം, ഏത് സോഴ്സ് എന്നാണ്. അപ്പൊ നമുക്ക് അങ്ങനെ അപ്പൊ നമ്മൾ റിപ്പോർട്ടൊക്കെ എഴുതുമ്പോൾ നമുക്ക് സ്വന്തം ഓക്സ് എന്നാണ് സോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇന്റർനാഷണൽ സെൻസിറ്റിവിറ്റി ഇൻഡെക്സ് അല്ലെങ്കിൽ ISI ഉള്ളത്. അപ്പൊ ഈ ISI ഉള്ളത്. അപ്പൊ ഈ ISI എന്താണ്, ഏത് ആനിമൽ നിന്നാണോ ഈ ത്രോംബോപ്ലാസ്റ്റിൻ റിയേജന്റ് കിട്ടിയത്, അപ്പൊ അതിനിപ്പോ ഓക്സ് എന്നാണെങ്കിൽ എക്സാമ്പിൾ ഇപ്പൊ 1 ഏക്കാരം, മീൻസ് പിന്നെ റാബിറ്റ് എന്നാണെങ്കിൽ ആ ഇൻഡെക്സ് 2 ഏക്കാരം. അപ്പൊ ഏതിനാണോ ത്രോംബോപ്ലാസ്റ്റിൻ ഉണ്ടാക്കിയത്, അപ്പൊ ആ ഉണ്ടാക്കിയതിനനുസരിച്ച് ഒരു നമ്പർ കൊടുക്കുന്നുണ്ട്, അതാണ് എന്ത് ഇന്റർനാഷണൽ സെൻസിറ്റിവിറ്റി ഇൻഡെക്സ്. അപ്പൊ പേഷ്യന്റ് റിപ്പോർട്ട് എഴുതുമ്പോൾ നമ്മളിത് മെൻഷൻ ചെയ്യണം, ഈ ISI നമ്പർ ഏതാണെന്ന് പറയണം. പിന്നെ പേഷ്യന്റിന്റെ പ്രോത്രോംബിൻ ടൈം ഒരിക്കലും നമ്മള് ഒരു സിംഗിൾ വാല്യൂല് നമ്മൾ പറയില്ല, എപ്പോഴും നമ്മളൊരു റേഷ്യോയിലാ പറയാം. എന്നുവെച്ചാൽ പ്രോത്രോംബിൻ ടൈം ഓഫ് പേഷ്യന്റ് ബൈ പ്രോത്രോംബിൻ ടൈം ഓഫ് കൺട്രോൾ. കൺട്രോൾ എന്ന് പറഞ്ഞാൽ നോർമൽ. അപ്പൊ പേഷ്യന്റിന്റെ PT മീൻസ് പ്രോത്രോംബിൻ ടൈം എത്രയാണ് ബൈ, ഇപ്പൊ പേഷ്യന്റിന്റെ പ്രോത്രോംബിൻ ടൈം 18 ആണ് വിചാരിക്കും, 18 ബൈ നോർമൽ എത്രയാ 12. 12 നമ്മൾ എടുത്ത കൺട്രോൾ എത്രയാണ്, അപ്പൊ കൺട്രോളിന്റെ വാല്യൂ അപ്പൊ 12, അപ്പൊ 18/12. അങ്ങനെയാണ് നമ്മൾ എന്ത് പറയാ, എപ്പോഴും പ്രോത്രോംബിൻ ടൈം പറയുള്ളൂ. അപ്പൊ അതിനെയാണ് നമ്മൾ INR എന്ന് പറയാം, ഇന്റർനാഷണൽ നോർമലൈസ്ഡ് റേഷ്യോ എന്ന് പറയാം. INR ഇന്റർനാഷണൽ നോർമലൈസ്ഡ് റേഷ്യോ എന്ന് പറയുന്നത് അതിനാണ്. അപ്പൊ ഓറൽ ആന്റി കൊയാഗുലന്റ് എടുക്കുന്ന ആളെ എന്താ പ്രോത്രോംബിൻ ടൈം നമ്മൾ മെഷർ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും എങ്ങനെ എഴുതാൻ പാടുള്ളൂ? INR എന്ന് പറഞ്ഞാല് പ്രോത്രോംബിൻ ടൈം ഓഫ് ദ പേഷ്യന്റ് ബൈ പ്രോത്രോംബിൻ ടൈം ഓഫ് ദ കൺട്രോൾ, പിന്നെ ISI മാർക്കും ഉണ്ടാകും. ഇതാണ് ഇന്റർനാഷണൽ നോർമലൈസ്ഡ് റേഷ്യോ എന്ന് പറയാം. ഇനി എന്താ ഈ ഇന്റർനാഷണൽ നോർമലൈസിന്റെ ഇമ്പോർട്ടൻസ്? എന്തിനാണ് നമ്മളിങ്ങനെ ഒരു ഓറൽ ആന്റികോയാഗുലന്റ് എടുക്കുന്ന ആളെ അസസ് ചെയ്യണത്? അപ്പൊ എന്താണ്, ചില കേസസിൽ ഇപ്പൊ ഒരാൾ പ്രൊഫൈലൈറ്റിക്കലാണ് ഈ ഓറൽ ആന്റികോയാഗുലന്റ് എടുക്കണം വിചാരിക്കും, അപ്പൊ അയാൾ INR നമ്പർ 2ന്റെയും 3ന്റെയും ഇടയിൽ ആവണം. മീൻസ് അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. പ്രൊഫൈലറ്റിക്കലാണ് ഒരാൾ അത് എടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് 2 to 3 എന്നുവെച്ചാൽ അയാള് INR നമ്പർ 2ന്റെയും 3ന്റെയും ഇടയിലാണ്. അപ്പൊ എക്സാമ്പിൾ DVT, ഇപ്പൊ DVTയിലാണ് 2 to 3 ഒരു ഡീപ് വെയിൻ ത്രോംബോസിസ് ഉള്ള ഒരാള്, അയാൾ പ്രൊഫൈലൈറ്റിക് മീൻസ് അയാൾ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞു, ഇപ്പൊ പ്രൊഫൈലൈറ്റിക്കലി ഇനിയും അയാൾ ഓറൽ ആന്റികോയാഗുലന്റ് എടുക്കുകയാണെങ്കിൽ അയാളെ എന്താവണം, INR നമ്പർ 2 to 3 ആവണം. അങ്ങനെ ഓരോ ഇതിനും എന്തെങ്കിലും ഹാർട്ട് വെൽ ട്രാൻസ്പ്ലാന്റേഷൻ അങ്ങനെ കഴിഞ്ഞതൊക്കെ എന്തുണ്ടാവും, അങ്ങനെ ഒരു സ്പെസിഫിക് INR നമ്പർ ഉണ്ടാവും. അപ്പൊ ആ INRന്റെ ഇടയിൽ ലിമിറ്റിലാവണം ഇതുണ്ടാവേണ്ടത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് യൂസ് എന്നാണ് ഓറൽ ആന്റികോയാഗുലന്റ് തെറാപ്പിന്റെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ യൂസ് ലിവർ ഫങ്ഷൻ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട്, കോയാഗുലേഷൻ ഫാക്ടേഴ്സ് ഒക്കെ സിന്തസിസ് നടക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത്തത്. പിന്നെ വൈറ്റമിൻ K ഡെഫിഷ്യൻസി എന്തെങ്കിലും ഉണ്ടോ എന്ന് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്.
പിന്നെ ഹെറിഡിറ്ററി ആയിട്ട് എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താണ് എന്തൊക്കെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്ന് ഓറൽ ആന്റിബയോട്ടിക് തെറാപ്പി, ലിവർ ഫംഗ്ഷൻ, വൈറ്റമിൻ കെ ഡെഫിഷ്യൻസി, ഹെറിഡിറ്ററി ഡിസീസ്. ഇതന്നെയാണ് നമ്മളെ ഇതിലും വരിക, PT പ്രൊലോങ്ങേഷനും വരില്ല. അപ്പോൾ സംഭവം രണ്ടും ഒന്ന് തന്നെയാണ്, മറ്റൊന്ന് എക്സ്പ്ലെയിൻ ആക്കി പറഞ്ഞോളൂ. ഓക്കെ, അപ്പൊ PT പ്രോത്രോംബിൻ ടൈം വരും. ഇനി രണ്ടാമത്തത് APTT, ആക്ടിവേറ്റഡ് പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിക് ടൈം. അപ്പോൾ പ്രോത്രോംബിൻ ടൈമിൽ നമ്മൾ എന്താ മെഷർ ആക്കുന്നത്? പ്രോത്രോംബിൻ ടൈമിൽ നമ്മൾ എക്സ്ട്രിൻസിക്കും കോമണും, ഇതിൽ ഇൻട്രിൻസിക്കും കോമണും മെഷർ ആക്കണം. മറ്റേതിൽ എക്സ്ട്രിൻസിക്കും ഇതാണെങ്കിലും ഇതിൽ ഇൻട്രിൻസിക്കും കോമണാ മെഷർ ആക്കാം. ഓക്കെ, ഇനി അതെങ്ങനെ ചെയ്യുവെച്ചാല് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പ്ലാസ്മ എങ്ങനെ എടുക്കണം, പുവർ സിട്രേറ്റഡ് പ്ലേറ്റ്ലെറ്റ് പുവർ ആവണം, സിട്രേറ്റഡ് പ്ലാസ്മ ആവണം. അപ്പൊ അതേപോലെ തന്നെയാണ് പ്ലാസ്മ ഇവിടെ എടുക്കുക. അപ്പൊ 0.1 ml പ്ലാസ്മയിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യും? 0.1 ml കവോലിൻ ആഡ് ചെയ്യും. അപ്പൊ എന്ന് പറഞ്ഞു ഇൻട്രിൻസിക് പാത്വേ ആക്ടിവേറ്റ് ആണെങ്കിൽ എന്തെങ്കിലും ഒരു കോണ്ടാക്ട് ചെയ്യണം. അപ്പൊ നമ്മുടെ ഗ്ലാസ് ട്യൂബിലാണ് എടുക്കണമെങ്കിൽ ബ്ലഡ് എടുത്ത ആ ഗ്ലാസ് ആണ് അവിടുത്തെ കോണ്ടാക്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു കോണ്ടാക്ട് സർഫസ് ഉണ്ടായാലും ഇൻട്രിൻസിക് പാത്വേ വരിക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്താ ആഡ് ചെയ്യുന്നത്? കൊയാലിൻ ആഡ് ചെയ്യും. KOLI കൊയാലിൻ. അപ്പൊ കൊയാലിൻ എന്ന് പറഞ്ഞാൽ എന്താ? 0.1 ml കൊയാലിൻ ആഡ് ചെയ്യും. എന്നിട്ട് 37 ഡിഗ്രി സെൽഷ്യസിൽ വാട്ടർ ബാത്തിൽ വെക്കും 10 minutes. അപ്പൊ അതവിടെ മാറ്റിയെടുത്തു. ഇനി അടുത്തത് വേറെ എന്ത് ചെയ്തും? നമ്മളെ ഫോസ്ഫോലിപ്പിഡ് റിയേജന്റ് ഉണ്ട്. ആ ഫോസ്ഫോലിപ്പിഡ് റിയേജന്റും കാൽഷ്യം ക്ലോറൈഡും മിക്സ് ആക്കും. മീൻസ് ഒരു ട്യൂബില് ഫോസ്ഫോലിപ്പിഡും കാൽഷ്യം ക്ലോറൈഡും മിക്സ് ആക്കും. അതും ഈ പോലെ വാട്ടർ ട്യൂബ് ഗ്ലാസ് ട്യൂബിൽ എടുത്തിട്ട് 37 ഡിഗ്രി സെൽഷ്യസിൽ വാട്ടർ ബാത്തിൽ വെക്കും. എന്നിട്ട് അവസാനം എന്ത് ചെയ്യും? ഈ രണ്ടും കൂടി മിക്സ് ചെയ്യും. അപ്പൊ ഏതൊക്കെയാ മിക്സ് ചെയ്യണം? 0.1 ml പ്ലാസ്മയും പ്ലസ് 0.1 ml കവോലിൻ സെപ്പറേറ്റ് ഉള്ളതും, പിന്നെ ഫോസ്ഫോലിപ്പിഡ് റിയേജന്റും കാൽഷ്യം ക്ലോറൈഡും കൂടി മിക്സ് ആക്കും. നമ്മൾ എന്ത് ചെയ്യും? ക്ലോട്ടിങ് നടക്കുന്നവരോട് നോക്കും. അപ്പോൾ നോർമലി നമുക്ക് ക്ലോട്ടിങ് ടൈം എത്ര കിട്ടുന്നുണ്ട്? 30 to 40 seconds. മറ്റേതിൽ പ്രോത്രോംബിൻ ടൈം എത്രയായിരുന്നു? 11 to 16 seconds. ഇത് 30 to 40 seconds. അപ്പോൾ എപ്പോഴൊക്കെയാണ് APTT പ്രൊലോങ് ആവുക? ഫസ്റ്റ് വൺ ഹീമോഫീലിയ A or B. അപ്പൊ ഹീമോഫീലിയ ഫാക്ടർ 8ഉം ഫാക്ടർ 9ഉം അതേതാ? ഇൻട്രിൻസിക്കിന്റെ ഫാക്ടേഴ്സ് അല്ലേ? അപ്പൊ അതിന്റെ ഡെഫിഷ്യൻസി അത് പ്രൊലോങ് ആവും. അല്ലെങ്കിൽ എന്തെങ്കിലും കോയാഗുലേഷൻ ഇൻഹിബിറ്റേഴ്സ് എന്ന് വെച്ചാൽ ആന്റിത്രോംബിൻ 3 പോലത്തെ എന്തെങ്കിലും ഇൻഹിബിറ്റേഴ്സ് വരികയാണെങ്കിൽ, പിന്നെ ഹെപ്പാരിൻ, പിന്നെ DIC, പിന്നെ ലിവർ ഡിസീസ്. ലിവർ ഡിസീസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോയാഗുലേഷൻ ഫാക്ടേഴ്സ് ഇൻ സിന്തസിസ് അവിടെ നിന്നാണ്. അപ്പോൾ എന്തൊക്കെയാണ് പ്രൊലോങ് ആ? ഹീമോഫീലിയ A or B ആവാം, കോയാഗുലേഷൻ ഇൻഹിബിറ്റേഴ്സ്, ഹെപ്പാരിൻ, DIC, ലിവർ ഡിസീസ്. ഇനി യൂസസ് എന്തൊക്കെയാ? നമ്മൾ നേരത്തെ എന്തൊക്കെയാ പ്രൊലോങ് ആണ് അതന്നെ യൂസസും വരാം. അപ്പൊ ഫസ്റ്റ് വൺ ഹീമോഫീലിയ A ഉണ്ടോ അല്ലെങ്കിൽ ഹീമോഫീലിയ B ഉണ്ടോ ഡിറ്റക്ട് ആക്കാൻ വേണ്ടിയിട്ട്. സെക്കൻഡ് വൺ ഹെപ്പാരിൻ മോണിറ്റർ. ഹെപ്പാരിൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്, നമ്മൾ ഒരാളെ ബോഡിയിലേക്ക് ഹെപ്പാരിൻ കൊടുത്തു. അപ്പൊ ഹെപ്പാരിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കാം? APTT ഉപയോഗിക്കാം. അപ്പൊ ഹെപ്പാരിൻ എന്താ ചെയ്യാ? ഹെപ്പാരിൻ ആന്റിത്രോംബിൻ 3 ആക്ടിവേറ്റ് ചെയ്യും. അപ്പൊ ഈ ആന്റിത്രോംബിൻ 3 എന്ത് ചെയ്യും? ആന്റിത്രോംബിൻ, അപ്പൊ വേർഡ് തന്നെയല്ലേ, ത്രോംബിനെ ഇൻഹിബിറ്റ് ആക്കും. പിന്നെ വേറെ ഏതൊക്കെ ഫാക്ടേഴ്സിനെ ഇൻഹിബിറ്റ് ആക്കും? ആക്ടിവേറ്റഡ് ഫാക്ടർ 9, 10, 11, 9, 10, 11 ഇതിന് 3നെ ഇൻഹിബിറ്റ് ആക്കും ഹെപ്പാരിൻ. അപ്പൊ നമ്മൾ എന്താണ് അപ്പൊ ഇൻഹിബിറ്റ് ആക്കും. അപ്പൊ ഹെപ്പാരിൻ ഇൻഹിബിറ്റ് ആക്കി എന്ത് ചെയ്യും? പ്രൊലോങ് ചെയ്യും. APTT പ്രൊലോങ് ആവും. അപ്പൊ എപ്പോഴും ഹെപ്പാരിൻ നമ്മൾ കൊടുത്താല് നമ്മള് അപ്പർ ലിമിറ്റ് എന്താ? 40 seconds. 40 seconds വരെ നോർമൽ ആണ്. അപ്പൊ ആ 40 secondsന്റെ 1.5 to 2.5 times വരെ എന്ത് വരാനുള്ളൂ? ടൈം വരാൻ പാടുള്ളൂ. അപ്പൊ ഹെപ്പാരിൻ കൊടുത്താല് നമ്മൾ APTT മെഷർ ചെയ്താല് 1.5 to 2.5 times വരെ, മീൻസ് 40 സെക്കൻഡിനേക്കാളും ഒരു 1.5 to 2.5 times വരെ പ്രൊലോങ് ആവാം. അതിനേക്കാളും പ്രൊലോങ് ആവാൻ പാടില്ല എന്ത്? ഹെപ്പാരിൻ കൊടുത്താൽ. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ എന്താണ്? സ്ക്രീനിങ് ഫോർ ഇൻഹിബിറ്റേഴ്സ്. അപ്പോൾ ഫോർ സർക്കുലേറ്റിംഗ് ഇൻഹിബിറ്റേഴ്സ് എന്താണ്? എന്തെങ്കിലും സർക്കുലേറ്റിംഗ് ഇൻഹിബിറ്റേഴ്സ് ഉണ്ടോ? അതിൽ ഫസ്റ്റ് ആകുമ്പോൾ നമുക്ക് എക്സാമ്പിൾ എന്തായിട്ട് പറയാം? ആന്റിത്രോംബിൻ 3 മീൻസ് ഹൈ എമൗണ്ടിൽ ആന്റിത്രോംബിൻ 3 ഉണ്ടോ? അല്ലെങ്കിൽ എന്ത് പറയാം? നമ്മൾ SLE പഠിച്ചപ്പോ SLEയില് എന്തുണ്ട്? ആന്റിലൂപ്പസ് ആന്റികോയാഗുലൻസില്
നമ്മൾ പറഞ്ഞു എന്തിനെ അറ്റാക്ക് ചെയ്യാം, കൊയാഗുലേഷൻ എന്താ വെച്ചാൽ ലിവർ സെൽസിനെ പോയി അറ്റാക്ക് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് ഈ കൊയാഗുലേഷൻ ഫാക്ടേഴ്സിനെതിരെ എന്തുണ്ടാക്കും, ആന്റി കൊയാഗുലൻസ് ഉണ്ടാക്കും SLEയിൽ. അപ്പൊ അതുണ്ടോ നമുക്ക് മെഷർ ചെയ്യാം. അപ്പൊ അതൊരു കൊയാഗുലേഷൻ ഉണ്ടാക്കുന്ന സംഭവമല്ലേ, അപ്പൊ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരു സംഭവമല്ലേ. അപ്പൊ SLEയിൽ എന്തുണ്ട്, കൊയാഗുലേഷൻ ഫാക്ടേഴ്സിനെതിരെ എന്തുണ്ട്, ആന്റിബോഡീസ് ഉണ്ട്. അപ്പൊ അത് നമുക്ക് നോക്കാം, മെഷർ ആക്കാം. ഓക്കെ, അപ്പൊ അതാണ് APTTയിൽ പറയാനുള്ളത്. അപ്പൊ നെക്സ്റ്റ് ആണ് ത്രോംബിൻ ടൈം. അപ്പൊ ത്രോംബിൻ ടൈമില് എന്താണ് നമ്മൾ എങ്ങനെ മെത്തേഡ് ചെയ്യണത്, 0.1 ml ബഫേർഡ് സൊല്യൂഷനിലേക്ക്, മീൻസ് ബഫേർഡ് സലൈനിലേക്ക് 0.1 ml പ്ലാസ്മ, അതിലേക്ക് 1.1 ml ത്രോംബിൻ സൊല്യൂഷൻ. അപ്പൊ ഇതിലേക്ക് ഇവിടെ എന്തൊക്കെയുണ്ട്, പ്ലാസ്മ, പിന്നെ എന്തുണ്ട്, സലൈൻ ഉണ്ട്, പിന്നെ ത്രോംബിൻ ടൈം അല്ലേ, അപ്പൊ എന്ത് സൊല്യൂഷൻ ആയിക്കാരം, ത്രോംബിൻ സൊല്യൂഷൻ. ഇനി ഇതിന്റെ നോർമൽ ടൈം 14 to 19 സെക്കൻഡ്സ് ആണ്. നോർമൽ ടൈം എന്ന് പറയുന്നത് എത്രയാ, 14 to 19 സെക്കൻഡ് ആണ് കേട്ടോ, 14 to 19 സെക്കൻഡ്സ്. എപ്പോഴാണ് പ്രൊലോങ് ചെയ്യുക, ഒന്ന് ഫിബ്രിനോജിന്റെ മീൻസ് എന്താണ് ത്രോംബിൻ ഉണ്ടായിട്ട് വേണം ഫിബ്രിനോജിനെ ഫൈബ്രിൻ ആക്കാം. അപ്പോൾ ത്രോംബിൻ ടൈം പ്രൊലോങ് ഫസ്റ്റ് കേസ് ആ ഫൈബ്രിനോജനിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, മീൻസ് ഫൈബ്രിനോജൻ സിന്തസിസ് ആവണില്ല, ഫൈബ്രിനോജൻ സിന്തസിസ് ആവണില്ല, അല്ലെങ്കിൽ ഉണ്ടായ ഫൈബ്രിനോജന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, അപ്പോഴൊക്കെ പ്രൊലോങ് ആവും. പിന്നെ ഹെപ്പാരിൻ, കാരണം ഹെപ്പാരിൻ എന്താ, ആന്റി ത്രോംബിൻ 3 ആക്ടിവേറ്റ് ആവും. ആന്റി ത്രോംബിൻ 3 എന്ന് പറഞ്ഞാൽ ത്രോംബിൻ പോകൂലേ. പിന്നെ എന്താണ് ഫൈബ്രിൻ ഡീഗ്രഡേഷൻ പ്രൊഡക്ട്സ്, പക്ഷെ നമ്മള് ഫൈബ്രിനോജി സിസ്റ്റത്തിൽ വരുന്ന സംഭവമല്ലേ ഫൈബ്രിൻ ഡീഗ്രഡേഷൻ പ്രൊഡക്ട്സ്. അപ്പൊ ഇത് എന്ത് ചെയ്യും, ത്രോംബിൻ ഇൻഹിബിറ്റ് ചെയ്യും, അങ്ങനെ പ്രൊലോങ് ആവാം. അപ്പോ എന്താണ് പ്രോസസ് ഓഫ് പ്രൊലോങ്ങേഷൻ എന്ന് പറഞ്ഞാല്, ഒന്ന് ഫൈബ്രിനോജൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ, രണ്ടാമത്തത് ഹെപ്പാരിൻ, പിന്നെ ഫിബ്രിൻ ഡീഗ്രഡേഷൻ പ്രൊഡക്ട്സ്. ഇതാണ് ത്രോംബിൻ ടൈമിൽ പറയാനുള്ളത്. നോർമൽ ടൈം 14 to 19 സെക്കൻഡ്സ്. അപ്പൊ ഇത്രയാണ് എന്തെങ്കിലും കൊയാഗുലേഷനിൽ പറയാനുള്ളത്. ഓക്കെ, ഹലോ, ഇത്രയാണ് 3 ഇമ്പോർട്ടന്റ്. ബാക്കി മറ്റേ ഇതിൽ കൊടുത്തിട്ടുണ്ട്, സ്ലൈഡിൽ കൊടുത്തല്ല, നോട്ടിൽ കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയാൽ മതി നിങ്ങള്. ഓക്കെ ഓക്കെ ഓക്കെ, ശരി. റുബി എന്റെ ആക്കിക്കോ, റുബി. എന്റെ